ഹിസ്ബുള്ള ഭീകരരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ അല്ലെങ്കിൽ അവരെ ഞെട്ടിച്ച ഈ പേജർ സ്ഫോടനമുണ്ടല്ലോ, സത്യത്തിൽ അത് സംബന്ധിച്ച് ചില വിവാദങ്ങളും ചില ഊഹാപോഹങ്ങളും ഒക്കെ ഉണ്ട്. ഈ പേജർ ശരിക്കും ഹംഗറിയിൽ നിന്ന് തന്നെയാണോ ഇവർക്ക് വന്നത്, അല്ല ഇവർക്ക് കിട്ടിയത്? അല്ല അല്ല അത് എവിടെ നിന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി ഈ പേജറിൻ്റെ ഉറവിടം ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നത്. അത് പറയും മുമ്പ് മറ്റൊരു സംഭവം പറയാം. അതായത് നമ്മൾ ബാക്ക് എന്നൊരു കമ്പനി, ഹംഗേറിയൻ കമ്പനി, ബുഡാപെസ്റ്റിലുള്ള BAC കൺസൾട്ടൻസി KFT എന്ന് പറയുന്ന കമ്പനി, അതിൻ്റെ CEO ക്രിസ്റ്റീന ബാർസോണി അർക്കിഡിക്കാനോ എന്നുള്ളൊരു സുന്ദരിയെക്കുറിച്ച് പറഞ്ഞു. 49 വയസ്സുള്ള സ്ത്രീയാണ്. അവരാണ് ബാക്ക് എന്ന് പറയുന്ന ഈ കരാർ തായ്വാനിലുള്ള ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയ കരാറ് അവരുടെ AR 924 924 എന്ന് പറയുന്ന പേജർ ഉണ്ടാക്കാനുള്ള പേറ്റൻറ്റ് അവരിൽ നിന്ന് വാങ്ങിയ കമ്പനി ബാക്കാണ്. അതാണല്ലോ, അങ്ങനെയാണ് നമ്മൾ ഹംഗറിയിലെത്തിയത്. അതെ, അങ്ങനെ ഹംഗറിയിൽ വന്നപ്പോഴാണ് ക്രിസ്റ്റീന ബാർസോണി എന്ന് പറയുന്ന ഈ സുന്ദരിയിലെത്തിയത്. 49 വയസ്സുള്ള സുന്ദരിയാണ്. അവർ 10 വർഷം മുമ്പ് അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റി സ്കൂളിൽ പഠിച്ചതാണ്. അവർ PhD എടുത്തിട്ടുണ്ട്, ഫിസിക്സിലാണ് എന്നൊക്കെയാണ് അവരെക്കുറിച്ച് പറയുന്നത്. 49 വയസ്സുണ്ട്. അവർ പറഞ്ഞു, ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് കിട്ടിയ കരാറ് മറിച്ചു കൊടുത്തു, ഉപകരാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്രത്യക്ഷയായി. ഇവരെ കാണാനില്ല. അതവിടെ നിൽക്കട്ടെ. അത് വളരെ പ്രധാനം. അപ്പോൾ ബാക്ക് എന്ന് പറയുന്ന കമ്പനി, ഹംഗേറിയൻ കമ്പനി, ബുഡാപെസ്റ്റിലെ കമ്പനി, ക്രിസ്റ്റീന ബാർസോണി, ഇത് ഈ സംഭവത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മാറി, റിവീൽ ചെയ്യപ്പെട്ടു, വെളിപ്പെടുത്തു വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വർഷം ജനുവരിയിൽ നടന്നൊരു സംഭവമാണ്. അത് ജനുവരിയിൽ ഇവരുടെ ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ള ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വീഡിയോഗ്രാഫി ചെയ്തു, അവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ വന്നിരുന്നു. ജനുവരിയിൽ അദ്ദേഹം പറയുന്ന ഏജൻറ്റ് ചാരൻ എവിടെയുണ്ടെന്നറിയാമോ? ഹിസ്ബുള്ളയുടെ യോഗത്തിൽ അദ്ദേഹം ചോദിക്കുക, ചാരൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചാരൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോൺ, അതാണ് ചാരൻ. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ, നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ചാരനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഒരു ഇരുമ്പ് പെട്ടിക്കകത്താക്കി കുഴിച്ചു മൂടുക എന്ന് നവംബറിൽ നസറുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഈ പ്രസംഗം ഇപ്പോഴും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ ഇപ്പോഴും ലഭ്യമാണ്. പക്ഷേ ഈ പ്രസംഗമൊക്കെ നടത്തി പിന്നെയും ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യമായാണ് സെൽഫോണുകൾ ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഹിസ്ബുള്ള എടുക്കുന്നത്. എന്നിട്ട് അവരുടെ കേഡർമാരോട്, അവരുടെ കുരുപ്പട്ടാളക്കാരോട്, ഭീകരന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പക്കലുള്ള എല്ലാ സെൽഫോണുകളും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യമാണ്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം, അതാണ് മൊസാദ് എന്ന് പറയുന്ന, അല്ല അവരുടെ യൂണിറ്റ് 8200 എന്ന് പറയുന്ന ടെക്നിക്കൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മൊസാദിൻ്റെ, നമ്മളത് പറഞ്ഞല്ലോ, ആ പേരും നമ്മളാണ് ആദ്യം പറഞ്ഞത്. യൂണിറ്റ് 8200 സെർച്ച് ചെയ്താൽ അറിയാം. അവരുടെ ഒരു ബുദ്ധി വൈഭവം, അല്ലെങ്കിൽ ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുക, അതാണല്ലോ ഒരു പൊതുവെ പറയുന്ന പ്രയോഗം. അതായത് ഈ ഹിസ്ബുള്ള തലവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ഇരുമ്പ് പെട്ടിയിലാക്കി ആഴത്തിൽ കുഴിച്ചു മൂടുക എന്ന് ഇയാൾ പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തു വന്നപ്പോഴേ ഇസ്രയേൽ പണി തുടങ്ങി. അവരെന്ത് ചെയ്തു? അവരപ്പോൾ തന്നെ 1-2 ഷെൽ കമ്പനികളുണ്ടാക്കി. എന്തിനാണ്? കാരണം അവർ കണക്കുകൂട്ടലാണ് ഇത്. ചിലതൊക്കെ ഈ ഊഹക്കച്ചവടം, ചതുരംഗം കളിക്കുന്നില്ലേ, ചെസ് കളിക്കുമ്പോൾ എതിരാളിയുടെ നീക്കം എന്താണെന്ന് നേരത്തെ ഊഹിച്ചെടുത്തിട്ട് കരുക്കൾ നീക്കണം. അങ്ങനെ ഒരു യുദ്ധതന്ത്രത്തിലെ ഒരു ചതുരംഗ നീക്കം പോലെ ഈ ഹിസ്ബുള്ള തലവൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു സെൽഫോൺ എടുത്ത് കളയും. സെൽഫോൺ എടുത്ത് കളഞ്ഞാൽ ഇവർ പകരം സ്വീകരിക്കാൻ പോകുന്നത് എന്തായിരിക്കും? പേജർ ആയിരിക്കും എന്നുള്ള ധാരണയിലെത്തുക. ആ പേജർ ഇപ്പോൾ ലോകത്ത് പല കമ്പനികളും ഉണ്ടാക്കത്തില്ല, കാരണം പേജർ ഔട്ട്ഡേറ്റഡ് ആയി. അതുകൊണ്ട് പേജർ ഉണ്ടാക്കുന്ന 2 കമ്പനി ഉണ്ടാവണം. അതിനുവേണ്ടി 2 ഷെൽ കമ്പനികൾ രൂപീകരിച്ചു. കടലാസ് കമ്പനികൾ മൊസാദ് ഉണ്ടാക്കി. അതിലൊന്നാണ് BAC എന്ന് പറഞ്ഞ ബുഡാപെസ്റ്റിലെ കമ്പനി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഹമാസ് ചിന്തിച്ചു തുടങ്ങി. അതാണ് അവൻ ആലോചിച്ചപ്പോൾ ഇവൻ ആകാശത്ത് കണ്ടു. അപ്പം ഇത് യുദ്ധതന്ത്രം എന്ന് പറയുന്നത് വളരെ കൗശലത്തോടെ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം ഹിസ്ബുള്ള തലവൻ ഇങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ആപത്തിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴേ അവർ കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയുടെ പേരിൽ പേജർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പേജർ ഉണ്ടാക്കുന്ന കമ്പനികൾ ലോകത്ത് വളരെ കുറവാണ്. അപ്പം ഡിമാൻഡാണ്. അപ്പം ഒരു കമ്പനിയുടെ പേരിൽ പേജർ ഉണ്ടാക്കി തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ഓർഡർ അങ്ങോട്ട് വരും. അതെ. അപ്പോൾ ഇതിനകത്ത് ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനി അത്ര നിഷ്കളങ്കമൊന്നുമല്ല. കാരണം മോട്ടറോളയ്ക്ക് പേജറുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ
ഇപ്പോഴേ മോട്ടറോളയാണെന്നൊക്കെ മോട്ടറോളയാണെന്നുള്ള സംശയം വന്നു. മോട്ടറോളയുടെ ലോഗോ ബോംബ് പോലെയാണ്, അതിൻ്റെ പിന്നിൽ ഇത് ഈ സ്ഫോടക P10 എന്ന് പറയുന്ന PETN എന്ന് പറയുന്ന സ്ഫോടക വസ്തു വെച്ചു എന്നൊക്കെ വാർത്തകൾ യൂറോപ്യൻ വാർത്താ മാധ്യമങ്ങൾ ആദ്യം വന്നു. നമ്മളത് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ആധികാരികമായിട്ടുള്ള വാർത്തകളുടെ കട്ടിങ്ങുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയതല്ല. അപ്പം മോട്ടറോള ഉണ്ട്. പക്ഷേ ഹിസ്ബുള്ള അതിനകത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. ഈ മോട്ടറോള എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അവിടെ അത് അവർ പിടിക്കത്തില്ല. അമേരിക്കൻ കമ്പനിയുടെ സാധനം മേടിച്ച കുഴപ്പമാണ് എന്നും ആര് കരുതിയിട്ടുണ്ട്? ഹമാസ് കരുതിയിട്ടുണ്ട്. ഹമാസ് അല്ല, ഹിസ്ബുള്ള കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ബാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. ബാക്ക് KFT എന്ന് പറഞ്ഞ ബാക്ക് കൺസൾട്ടൻസി KFT എന്നൊരു കമ്പനി ഉണ്ടാക്കി. അതിൻ്റെ CEO ആയിട്ട് ക്രിസ്റ്റീന ബാർസോണിയെ നിയമിക്കുന്നു. ഈ കമ്പനിയുടെ വിശേഷം നമ്മൾ പറഞ്ഞു. ബുഡാപെസ്റ്റിലെ ഏറ്റവും ജനവാസ കേന്ദ്രമുള്ള ഒരു ഫാക്ടറി ഒന്നും അവിടെ വെക്കാൻ പറ്റില്ല. ഒരു കെട്ടിടം, അതിൻ്റെ ഗ്ലാസ് ഡോറിൽ ഒരു പേപ്പറിലാണ് കടലാസിൻ്റെ കമ്പനിയുടെ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി ഫേക്ക് ആണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തം. അതായത് ഈ ഒരു കരാർ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. എന്നിട്ട് നോക്കൂ, ബാക്ക് എങ്ങനെ ചെയ്ത് ഇവർക്ക് ഹിസ്ബുള്ള ഇത് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അപ്പോളോ ഗോൾഡറോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കുന്ന AR-924 എന്നുള്ള ഇതിൻ്റെ പേറ്റൻറ്റ് ഞങ്ങൾക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ പേറ്റൻറ്റ് മേടിച്ചിട്ട് ഈ കമ്പനി ഇങ്ങനെ ബുഡാപെസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഈ കമ്പനി ഒരൊറ്റ ജീവനക്കാരനേ ഉള്ളൂ, ജീവനക്കാരി. അത് ക്രിസ്റ്റീന ബാർസോണിയാണ്. CEO മാത്രം, പ്യൂൺ മുതൽ CEO വരെ ക്രിസ്റ്റീന ബാർസോണി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റീന ബാർസോണി ആർക്കും അറിയത്തില്ല. അവരുടെ ഒരു ബോയ് ഫ്രണ്ട് വന്നിട്ട് ഒരു വിദേശ ഒരു ഹംഗേറിയൻ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയോ, ക്രിസ്റ്റീന അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല, അവൾ ഒരു ഇടനിലക്കാരി മാത്രം എന്ന് പറഞ്ഞു. എനിക്കറിയാം അവളിങ്ങനെ കുഴപ്പമൊന്നും ചെയ്യുന്നവളല്ല എന്ന് പറഞ്ഞതായി ഹംഗേറിയൻ പത്രങ്ങളിലൊരു വാർത്തയുണ്ട്. അത് കഴിഞ്ഞ് ക്രിസ്റ്റീനയെ കാണാനില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഹംഗേറിയൻ പത്രങ്ങൾ ഇതിൻ്റെ പിന്നാലെ അന്വേഷണത്തിലാണ്. അപ്പോൾ ഹംഗേറിയയിലെ വാർത്താ ഏജൻസിയായ ടെലക്സ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടെലക്സിൻ്റെ വാർത്ത പറയുന്നത്, ഞങ്ങളിത് അന്വേഷിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പേജറുകൾ വന്നത് മറ്റൊരു രാജ്യത്തു നിന്നാണ്. ഹംഗറിയിൽ നിന്നല്ല, ബൾഗേറിയയിൽ നിന്നാണ്. അപ്പോൾ ആദ്യം നോക്കൂ, ആദ്യം മോട്ടറോളയെ പറഞ്ഞു, അത് പിന്നെ അപ്പോളോ ഗോൾഡിനെ പറഞ്ഞു, ഇപ്പോൾ ബാക്ക് കൺസൾട്ടൻസിയെ ബുഡാപെസ്റ്റിലെ കമ്പനി പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്നും പോയി വേറെ രാജ്യത്തെത്തി. എവിടെയാണ്? ബൾഗേറിയയിലെ നോർട്ടെ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഇത് വിതരണം ചെയ്തതെന്നാണ് ഇപ്പോൾ ഹംഗേറിയൻ വാർത്താ ഏജൻസിയായ ടെലക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്നതാണല്ലോ. ബൾഗേറിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഇതുവരെ ചിത്രത്തിൽ ഒന്നുമില്ലായിരുന്നു. ബൾഗേറിയ അവിടെ കിടക്കുന്നത് വളരെ വളരെ ദൂരെ കിടക്കുന്ന ഇവർ തമ്മിലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിലൊന്നും ഒരു താല്പര്യമില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ ബൾഗേറിയയിൽ എത്തിയിരിക്കുന്നു. ബൾഗേറിയയിൽ നിന്ന് ഇപ്പോൾ ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി, നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ട് അവർ പറയുന്നത് ഒരു കാര്യം അവർ കണ്ടെത്തിയെന്ന് ടെലക്സ് പറയുന്നത്. അതായത് ഈ ബാക്കും ഹംഗറിയിലെ BAC അല്ലെങ്കിൽ ബാക്ക് എന്ന് പറയുന്ന നമ്മുടെ ക്രിസ്റ്റീന ബാർസോണിയുടെ കമ്പനിയും ഈ നോർട്ടെ ഗ്ലോബൽ എന്ന കമ്പനി തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. 1.6 മില്യൺ യൂറോയുടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പണം ഇടപാട്, ഒരു ചെറിയ തുകയൊന്നുമില്ല, 1.6 മില്യൺ യൂറോ കൈമാറിയിട്ടുണ്ട് ഈ കമ്പനികൾ തമ്മിൽ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അവരന്വേഷിക്കുകയാണ്. ഹംഗേറിയൻ സെക്യൂരിറ്റി ഏജൻസി അന്വേഷിക്കുന്നു എന്നാണ് ടെലക്സ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഏത് ബൾഗേറിയ എന്നുള്ള രാജ്യം ഇപ്പോൾ ചിത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബൾഗേറിയ ചെല്ലുമ്പോൾ അടുത്ത രാജ്യത്തേക്ക് പോകും. ഏതായാലും ഇതൊരു വലിയ ദീർഘകാല ഓപ്പറേഷൻ. അതിനകത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നത്, അവരുടെ ഒരു നേതാവ് ഈ മൊബൈൽ ഫോൺ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി പേജറിലേക്ക് പോകുന്ന കരുതി പേജർ ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങിക്കഴിഞ്ഞു. അത് ഒന്ന് പിടിക്കുമ്പോൾ അവിടുന്ന് പോയി അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ എത്ര ആസൂത്രണമല്ലേ ഈ പ്ലാൻ വന്ന് അടുത്ത രാജ്യത്ത് ഇങ്ങനെ വരണമെന്ന് ഇവർ നേരത്തെ എല്ലാം പ്ലാൻഡാണ്, വളരെ കൃത്യമായി. നമ്മൾ ഈ ക്രൈം ത്രില്ലർ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ വെല്ലുന്ന ഓപ്പറേഷൻസാണ്. അത് അങ്ങനൊരു കാര്യം. ഇനി ഞെട്ടിക്കുന്ന വേറൊരു കാര്യം പറയാം. അവിടെ ഈ ചൊവ്വാഴ്ച ഈ സ്ഫോടനം ഉണ്ടായി, ബുധനാഴ്ച ശവസംസ്കാരം നടക്കുമ്പോൾ എന്ത് പൊട്ടിത്തെറിച്ചെന്നറിയാമോ? വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. ഈ വാക്കി ടോക്കികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചിരിക്കുന്ന വാക്കി ടോക്കികളുടെ നമ്പർ ICV-82 എന്ന് പറയുന്ന വാക്കി ടോക്കിയാണ്. ICV-82. ഈ വാക്കി ടോക്കിയുടെ കാര്യം വളരെ ദുരൂഹമാണ്. ഈ വാക്കി ടോക്കികൾ ജപ്പാനിൽ ഉണ്ടാക്കുന്നതാണ്. ICV-82 എന്ന നമ്പറാണ് പ്രധാനം. അതായത്
ഈ ലെബനോണിൽ പൊട്ടിത്തെറിച്ച പേജറുകളുടെ നമ്പർ AR924 ആണ്. അത് ഒരു പേജർ തകർന്ന പേജർ എടുത്തപ്പോൾ അതിൽ AR9 എന്ന് സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതിയത് കണ്ടു. അപ്പോൾ AR9 വെച്ചിട്ടുള്ള അങ്ങനെ സീരീസിലുള്ള ഏതെങ്കിലും പേജറുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ പോയപ്പോഴാണ് 2 അക്ഷരം കരിഞ്ഞുപോയി. 924 ആണെന്ന് കണ്ടെത്തിയും അപ്പോളോ ഗോൾഡ് ആണെന്ന് കണ്ടെത്തി അതിലൊഴി BACയിലെത്തി, ഇപ്പോൾ ബൾഗേറിയയിലെത്തി നിൽക്കുകയാണ്. അതുപോലെ ഈ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കി എടുക്കുമ്പോഴാണ് ICV-82 എന്ന് കാണുന്നത്. ഇതും ഹിസ്ബുള്ള മേടിച്ചതാണ്. ജപ്പാൻ ഉണ്ടാക്കിയ വാക്കി ടോക്കികളാണ്. ഇപ്പം ജപ്പാൻ ഇതിലൊന്നും കക്ഷിയല്ലോ, സേഫ് ആണല്ലോ. പക്ഷേ ഇപ്പോൾ വ്യക്തമാണെന്നറിയോ, ഈ വാക്കി ടോക്കി ഇപ്പോൾ ജപ്പാൻ ഉണ്ടാക്കുന്നില്ല. 2014 ജപ്പാൻ ഇതിൻ്റെ ഉൽപ്പാദനം നിർത്തി. അതായത് വോക്കി ടോക്കി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്നത് ജപ്പാനായിരുന്നു. ഇതിന്റെ ഉൽപ്പാദനം 2014 നിർത്തി. അപ്പോൾ 10 വർഷം 2014 ഉൽപ്പാദനം നിർത്തിയ സാധനമാണ് റീസെൻ്റ്ലി അടുത്ത കാലത്ത് അവർക്ക് കിട്ടിയത്. ലെബനോൺ അല്ല, ലെബനോണിൽ ഹിസ്ബുള്ള വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതും ഡ്യൂപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന പേറ്റന്റ് വാങ്ങിയ പോലെ ഇനി അന്വേഷണം പോകുന്നത് ജപ്പാനിലുള്ള ICV-82 എന്നുള്ള മോഡല് ഇപ്പം ജപ്പാൻ കമ്പനി 2014 ഉൽപ്പാദനം നിർത്തിയതാണ്. അതിൻ്റെ പേറ്റന്റ് ഇപ്പോൾ ആർക്കാണ്? അതാർക്കാണ്? അത് അന്വേഷിച്ച് പോകും പുതിയ പുതിയ കമ്പനികളുടെ പേര്. ഇനിയും രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് കിട്ടിയ മുഴുവൻ ഔട്ട്ഡേറ്റഡ് അല്ല. ഈ നോക്കൂ, ഈ പേരൻറ്റ് കമ്പനി, ഇത് ഉണ്ടാക്കുന്ന കമ്പനിയാണല്ലോ, ഉണ്ടാക്കുന്ന കമ്പനി അപ്പോളോ ഗോൾഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? അവർ ദുരൂഹ സാഹചര്യത്തിൽ ഉൽപ്പാദനം നിർത്തി. ഇനി ഉണ്ടാക്കുന്നില്ലെന്ന ഉറപ്പുള്ള കമ്പനി സാധനത്തിൻ്റെ പേറ്റന്റ് വേറൊരു രാജ്യം ബന്ധം മേടിക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 2014 പ്രൊഡക്ഷൻ നിർത്തിയ വാക്കി ടോക്കി ഇപ്പോൾ റീസെൻ്റ്ലി ആരോ ഉണ്ടാക്കി, ആർക്ക് കൊടുത്തിരിക്കുന്നു? സമീപകാലത്ത് ഉണ്ടാക്കി ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇത് അന്വേഷണം നടക്കുമ്പോഴാണ് അറിയാൻ പോകുന്നത് ജപ്പാൻ ഇത് നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇത് അന്വേഷിച്ച് ഞെട്ടിപ്പിക്കുന്നല്ലേ? ഇത് അറിയാൻ പോകുന്നത് സെയിം ആയിരിക്കും. ഞങ്ങൾ പ്രൊഡക്ഷൻ നിർത്തി, ഞങ്ങൾ ഇതിൻ്റെ പേറ്റന്റ് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത് എത്ര കൃത്യമായ കണിശമായ ഓപ്പറേഷൻസ് ആണെന്ന് നോക്കൂ. ആസൂത്രണം സമ്മതിക്കണം. മാർക്കറ്റിൽ ഇത് ആർക്കുമില്ല. ആകെ ഇത് നിർമ്മിച്ചുണ്ടായിരിക്കുന്നത് കാലനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി, പാക്ക്ഡ് വിത്ത് ഭരണം. അതായത് നമ്മുടെ ഇവരുടെ ടാറ്റയുടെ പരസ്യമില്ലേ, ടാറ്റ കണ്ണൻ ദേവൻ തേയിലയുടെ പരസ്യം, പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിംഗ്, മരണത്തിൻ്റെ മിശ്രണം മൊസാദിൻ്റെ പാക്കിംഗ് അല്ലേ? ഇതാണ് ശരിക്കും ഒരു പരസ്യവാചകം പോലെയാണ്. ഏതായാലും വളരെ കൗതുകകരവും വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഏതായാലും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഈ ക്രിസ്റ്റീന ബാർസോണി എന്ന് പറഞ്ഞ സുന്ദരി ഒന്ന് കാണാൻ പറ്റുമെന്ന്. ആ സുന്ദരിയുടെ പടം കാണിക്കുന്നുണ്ട്. ആ സുന്ദരി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ആ സുന്ദരി വെറും ഒരു സുന്ദരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സുന്ദരിയെ അങ്ങനെ ഒരുപാട് നേരം ഒന്നും നോക്കണ്ട. ചിലപ്പോൾ മൊസാദിൻ്റെ ഒരു മിസൈലോ വീട്ടിലിരിക്കുന്ന മൊബൈൽ പൊട്ടിത്തെറിച്ചാൽ അതുകൊണ്ട് ഒന്ന് നോക്കിക്കോ, എന്നിട്ട് മാറ്റുന്നതാണ് നല്ലത്. ജാഗ്രത. നമ്മൾ കാത്തിരിക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഇതുകൊണ്ട് തീരുന്നില്ല. കാരണം ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടായേക്കാം. അതെ, അത് ഈ കഥ ഇനി തുടരുകയാണ്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മൾ ഈ സ്ഫോടനത്തിൻ്റെ കുറേ വാർത്തകൾ നമ്മൾ ചെയ്തു. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പറയാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റി. നമ്മളിതിൻ്റെ പിന്നാലെ ഇൻ്റർനാഷണൽ വാർത്തകളുടെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഏത് കമ്പനിയാണെന്ന് നമ്മളാണ്. അപ്പോളോ ഗോൾഡിൻ്റെ പേര് ആദ്യം പറഞ്ഞത് നമ്മളാണ്. BSC ആണ്. ഹംഗേറിയൻ ബുഡാപെസ്റ്റ് ബന്ധം ആദ്യം പറഞ്ഞത് നമ്മളാണ്. ക്രിസ്റ്റീന ബാർസോണി ആർക്കിഡിക്കാനോ എന്ന് പറയുന്ന ഈ 49-കാരി സുന്ദരിയുടെ പേര് പറഞ്ഞത് നമ്മളാണ്. ഇപ്പോൾ നമ്മളിതാ വീണ്ടും പറയുന്നു, ഇപ്പോൾ ബൾഗേറിയൻ കണക്ഷനുണ്ട്. ഈ മറ്റൊന്ന് പറയും, ഈ ബൾഗേറിയൻ നോട്ടെ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധന നടത്തി. വെബ്സൈറ്റൊക്കെ നോക്കി. വെബ്സൈറ്റിലൊന്നുമില്ല. സോഫിയ, ബൾഗേറിയയിലെ സോഫിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നു. അതിൻ്റെ ഉടമ ഉൾപ്പെടെയുള്ള ആരുടെയും പേര് വെബ്സൈറ്റിലില്ല. ആകെ ഒരു മാനേജറുടെ പേരുണ്ട്. മാനേജറുടെ പേര് റിൻസാൻ ഹ്യൂസ് എന്നാണ്. ആകെ കമ്പനിയുടെ പേരിൽ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഇല്ല, ഫോൺ നമ്പർ ഇല്ല, ഇമെയിൽ ഇല്ല, ഒന്നുമില്ല. വെബ്സൈറ്റിൽ നിന്നെല്ലാം അപ്രത്യക്ഷമാണ്. ഈ മാനേജരായ റിൻസാൻ ഹ്യൂസിൻ്റെ പേര് മാത്രം അതിനകത്ത് കാണുന്നുണ്ട്. അതും ചിലപ്പോൾ ഉടനെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് ഈ കാര്യവും ആദ്യം ഇന്ത്യയിലെ പ്രേക്ഷകരോട് അഭിമാനത്തോടെ പറയുകയാണ്, ഈ കാര്യങ്ങൾ അത്രയും ഫസ്റ്റ് ടൈം ഇന്ത്യയിലെ പ്രേക്ഷകരോട് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ഈ കൊച്ചു യൂട്യൂബ് ചാനലാണ്. നമ്മൾ മറ്റൊന്നുകൂടെ പറഞ്ഞിരിക്കുന്നു, അവിടെ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികൾ ജപ്പാൻ നിർമ്മിതമാണ്. ICV-82 ആണ്. അത് 10 വർഷം മുമ്പ് ജപ്പാൻ ഉൽപ്പാദനം നിർത്തിയ സാധനമാണ്. ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ഹിസ്ബുള്ളയ്ക്ക് മേടിക്കാൻ കിട്ടിയത്. എല്ലാം മഹാത്ഭുതം. മുകളിലിരുന്ന് മൊസാദ് എല്ലാം കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.